ഉത്തരകാശിയിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഇപ്പോൾ ഉയരുന്നു. 6 ആയി എന്നാണ് ഔദ്യോഗിക വിവരം. 2 മൃതദേഹം കൂടി കണ്ടെടുത്തു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. പരിശീലനം ലഭിച്ച കൂടുതൽ നായ്ക്കളെ ദുരന്തമുഖത്തേക്ക് എത്തിക്കും. പിയ സുനിൽ ഉത്തരാഖണ്ഡിൽ ഉത്തരകാശിയിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. പിയ സുനിൽ, മരണസംഖ്യ ഉയരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും മണ്ണിൽ എത്ര പേർ പൂണ്ടിക്കിടപ്പുണ്ട് എന്നതിനെ കുറിച്ച് കൃത്യമായ കണക്കുകളില്ലല്ലോ അല്ലേ പിയ സുനിൽ? അരുൺ, ഇക്കാര്യത്തിൽ കൃത്യമായ കണക്കുകളില്ല. 100-ലധികം ആളുകൾ ഇപ്പോഴും ഈ ഒരു ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് വരുന്ന വിവരം. അതിൽ സൈനികരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്, വിനോദസഞ്ചാരികളുണ്ട്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് എത്തിയ ആരാണെന്ന് അറിയാത്ത, അതായത് തിരിച്ചറിയാനാകാത്ത ഒരുപാട് ആളുകളുണ്ടാകാം. ഇപ്പോൾ തന്നെ പലരും ഇവിടെ വന്നൊക്കെ തന്നെ പറയുന്നുണ്ട് നേപ്പാളിൽ നിന്നൊക്കെയുള്ള ആളുകൾ അവിടെയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേർ ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ടാകാം എന്നതാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഏതായാലും ഇതുവരെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് 6 പേരുടെ മാത്രമാണ്. ആദ്യം 4 പേരുടെ മൃതദേഹം ആദ്യ ദിവസം തന്നെ എടുത്തിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് 2 മൃതദേഹങ്ങൾ കൂടി കിട്ടിയത്. ഏതായാലും വലിയ രീതിയിലേക്ക് ഒരു തിരച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു രക്ഷാപ്രവർത്തനം വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ സാധിച്ചിട്ടില്ല. ഇന്ന് കൂടുതൽ കാലാവസ്ഥയൊക്കെ തന്നെ ഭേദപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെ സജീവമായി തന്നെ ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കും എന്നാണ് സൈന്യമൊക്കെ തന്നെ അറിയിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ രക്ഷാപ്രവർത്തകരെയൊക്കെ തന്നെ ഈ ഹെലികോപ്റ്റർ മാർഗം അവിടെ ഈ ദരാലിയിൽ എത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബട്വാലിയിലെ ഈ ഹെലിപാഡിലാണ്. ഇവിടെ നിന്ന് 35 കിലോമീറ്റർ അകലെയാണ് ഈ ദരാലി എന്ന് പറയുന്ന ദുരന്ത മേഖല. അവിടേക്ക് പോകുന്നതിന്, റോഡ് മാർഗം പോകുന്നതിന് യാതൊരു സംവിധാനവുമില്ല. ആകെ ആ മേഖലയിലേക്ക് പോകാൻ കഴിയുന്നത് ഹെലികോപ്റ്റർ മാർഗത്തിൽ മാത്രമാണ്. അവിടെ ഹർസിൽ ഒരു ഹെലിപാഡ് ഉണ്ട്. ആ ഹെലിപാഡിലേക്ക് ആളുകളെ കൊണ്ടിറക്കാം. അപ്പോൾ രക്ഷാപ്രവർത്തകരെയൊക്കെ തന്നെ ഈ ഹർസിലുള്ള ഈ ഹെലിപാഡിൽ എത്തിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം. ഏതായാലും ഇന്നും വളരെ സജീവമായി ഹെലികോപ്റ്റർ സർവീസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേണ്ട നടപടികളാണ് ഏതായാലും ഇവിടെ പുരോഗമിക്കുന്നത്. നമ്മുടെ ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ നൽകും ഹെലിപാഡിന്റെ ഒക്കെ തന്നെ. ഇപ്പോൾ ഈ നിരവധി ആളുകൾ ഈ ഹെലിപാഡിന്റെ പരിസരത്തൊക്കെ തന്നെ കാത്തുനിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ കുടുംബാംഗങ്ങളൊക്കെ തന്നെ ഈ ഒരു ദുരന്തത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. അങ്ങനെ ഒരുപാട് പേർ ഈ ഒരു ഹെലിപാഡിലൊക്കെ തന്നെ രാവിലെ മുതൽ വന്ന് കാത്തു നിൽക്കുകയാണ്. അവരെക്കുറിച്ച് യാതൊരു വിവരമില്ല, അവരോട് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ നൽകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാരിനോട് അപേക്ഷിച്ച്, ഈ സൈന്യത്തോട് അപേക്ഷിച്ച്, ഇവിടെ നിൽക്കുന്ന പോലീസുകാരോട് അപേക്ഷിച്ച് ഒരുപാട് പേർ ഇവിടെ ഇങ്ങനെ രാവിലെ മുതൽ കാത്തു നിൽക്കുകയാണ്. ഏതായാലും ഈ ഹെലികോപ്റ്ററൊക്കെ തന്നെ തിരിച്ചു വരുമ്പോൾ അതിൽ ആരെങ്കിലും ഉണ്ടാകും, അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ച് അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ് രാവിലെ മുതൽ. ഏതായാലും ഈ ഒരു ദുരന്ത മേഖലയിൽ നിന്ന് ഇപ്പോഴും ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതിന് പരിമിതികളുണ്ട്. കാരണം അവിടെ ഈ ഒരു സിഗ്നൽ സംവിധാനമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. ഇപ്പോഴും ഈ ഒരു ദുരന്തം നടന്ന പ്രദേശത്തിന് 30 കിലോമീറ്റർ ഇപ്പോഴും വരെ മാത്രമേ ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ സിഗ്നൽ സംവിധാനമൊക്കെ തന്നെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. അപ്പോൾ ഈ ദുരന്ത മേഖല ആകെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ഇപ്പോൾ BRO അറിയിച്ചിരിക്കുന്നത് തകർന്ന റോഡുകളിൽ, അതായത് ഈ പ്രദേശത്ത്, ഈ ബട്വാടി എന്ന് പറയുന്ന പ്രദേശം വരെ ഇപ്പോൾ എത്താൻ കഴിയും. അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നതിനുള്ള റോഡുകളിൽ 3 റോഡ് തകർന്നിരിക്കുന്നത്. അതിൽ ഒരു റോഡിന്റെ പുനർനിർമ്മാണം ഇന്ന് പൂർത്തിയാകും എന്ന് BRO വ്യക്തമാക്കിയിട്ടുണ്ട്. 2ാമത്തെ റോഡിന്റെ പുനർനിർമ്മാണം ഇന്ന് പൂർത്തിയാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ ഇതാണ് ഈ റോഡ് മാർഗം മുന്നോട്ട് പോകുന്നതിനുള്ള ഒരു പ്രതിസന്ധി എന്നത്. അപ്പോൾ ഈ റോഡ് മാർഗം മുന്നോട്ട് പോകാൻ കഴിയാത്തിടത്തോളം കാലം ഒരു രക്ഷാപ്രവർത്തനം ഒരു പൂർണ്ണ തോതിൽ എത്തിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വലിയ ഒരു ആശങ്ക തുടരുകയാണ്. കാരണം ഈ യന്ത്രസാമഗ്രികളൊക്കെ തന്നെ അവിടെ എത്തിച്ചാൽ മാത്രമേ ഈ കല്ലും പാറക്കഷ്ണങ്ങളും ഒക്കെ നീക്കി ഇതിനടിയിൽ കുടുങ്ങിയവരെ പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും 3ാമത്തെ ദിവസമാണ് അവിടെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. പരിമിതമായ സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നാണ് പിയ സുനിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പിയ സുനിൽ ഇപ്പോൾ നിൽക്കുന്ന ഹെലിപ്പാഡിൽ നിന്നൊരു 30 കിലോമീറ്റർ അകലെയാണ് ഈ ധാരാലി എന്ന് പറയുന്ന ഗ്രാമം. അവിടേക്കുള്ള എല്ലാ പാലങ്ങളും ഒലിച്ചുപോയി. 100ഓളം ഇടങ്ങളിൽ റോഡ് തന്നെ പൂർണ്ണമായിട്ടും തകർന്ന അവസ്ഥയിലാണ്. ഒരു തരത്തിലും വാഹനത്തിന് പോകാൻ കഴിയുന്നില്ല, ബൈക്കിന് പോലും പോകാൻ കഴിയുന്നില്ല. നമ്മളടക്കമുള്ള എല്ലാ മാധ്യമപ്രവർത്തകരും ഇന്നലെ ഉച്ചയോടുകൂടി നമ്മൾ ആദ്യം ഈ ദുരന്തമുഖത്തേക്ക് എത്തിയതാണ്. അവിടെ മുതൽ അങ്ങോട്ട് പോകുന്നതിന് തടസ്സമുണ്ട്.